എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കില്ലർ ബിയും കുട്ടപ്പനും അവർ രണ്ടുപേരും ഉഷാറായിട്ട് ചാടി ഓടി ആ ഒരു ബാറ്റിലിനടുത്തേക്ക് ഇപ്പൊ ഓടി അടുക്കും. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് വില്ലന്മാരെ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കുട്ടപ്പന് മനസ്സിലാവും അലൈൻഡ് ഷിനോബി ഫോഴ്സിന്റെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് ആ വില്ലന്മാര് തല്ലിക്കൊല്ലാണ്. സോ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം എന്ന് പറഞ്ഞ് അവർ വീണ്ടും ഫുൾ സ്പീഡിൽ മുൻപോട്ട് പോവും. അപ്പോഴായിരിക്കും അവര് പോലും പ്രതീക്ഷിക്കാതെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുക. അവരുടെ മുൻപിലേക്ക് ഹൊക്കാഗെ ആന്റിയും റെയ്ക്കാഗയും അവർ രണ്ടുപേരും അവരുടെ മുൻപിലേക്ക് വരും. അവരെ കണ്ട് കുട്ടപ്പനും എയ്ത്ത് ടൈലും അവർ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. റെയ്ക്കാഗെ കാണുമ്പോൾ തന്നെ ഇപ്പൊ കില്ലർ ബിക്ക് പേടിയായി. അവൻ പതിയെ പുറകോട്ട് വലിയാൻ തുടങ്ങും. റെയ്ക്കാഗെ ടെൻഷനായിട്ട് നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ ചെയ്യണേ? കില്ലർ ബി, നീയും ഇവന് സപ്പോർട്ട് ചെയ്യാണോ? നിങ്ങൾ രണ്ടുപേരെയും തടയാനാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടേക്ക് വന്നത്. അതിന് കില്ലർ ബി പറയും, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. കുട്ടപ്പനെ കൊണ്ട് ആ 9 ടൈലിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പൊ അവന് ആ വാർ സ്റ്റോപ്പ് ചെയ്യാൻ ശരിക്കും കഴിയും. സോ ഇപ്പോഴെങ്കിലും ഞങ്ങളെ കളത്തിനിറങ്ങാൻ നിങ്ങൾ സമ്മതിക്കണം. അതിന് റെയ്ക്കാഗ ആൾ ടെൻഷനായിട്ട് പറയും, മിണ്ടിപ്പോവരുത്, രണ്ടുപേരും എത്രയും പെട്ടെന്ന് തിരികെ പോകണം. ആക്ച്വലി നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയാണ് ഈ ഒരു വലിയ വാറ് അതുപോലും നടക്കുന്നത്. നിങ്ങളെ രണ്ടുപേരെയും അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഈ ലോകം തന്നെ അവർ പിടിച്ചടക്കും. കുട്ടപ്പൻ പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഉറപ്പായിട്ടും ഞാൻ തന്നെ ഈ വാർ തടയുന്നു പറഞ്ഞ് കുട്ടപ്പൻ മുൻപോട്ട് പോവും. ഉടനെ റൈക്കാക ആളാളുടെ ലൈറ്റ്നിങ് ജിപ്സും എടുത്ത് കുട്ടപ്പനെ അടിച്ചു തെറിപ്പിക്കും. കുട്ടപ്പൻ ദേഷ്യപ്പെട്ട് ഇപ്പൊ ഹൊക്കാഗെയോട് പറയും, ഞാൻ പറയുന്നത് ഇപ്പോഴെങ്കിലും നിങ്ങളൊന്ന് കേക്ക്. എനിക്ക് എങ്ങനെയെങ്കിലും ആ ബാറ്റിൽ ഫീൽഡിൽ എത്തണം. എനിക്ക് ഉറപ്പുണ്ട് ആ വില്ലന്മാരെ അവരെ തുരത്തി ഓടിക്കാൻ കഴിയും. ദയവ് ചെയ്ത് ഇപ്പോഴെങ്കിലും എന്നെ വിശ്വസിക്ക്. എന്നെ കൊണ്ട് ഒരിക്കലും ഇതൊക്കെ അറിഞ്ഞിട്ടും കണ്ടിട്ടും കൈകെട്ടിയിരിക്കാൻ കഴിയില്ല. ഞാനും ലൈഫ് വില്ലേജിലെ ഒരു ഷിനോബിയാണ്. എനിക്കും ഒരുപാട് കാര്യങ്ങള് എന്റെ ഗ്രാമത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. അത് കേട്ട് ഹൊക്കാഗെ ആന്റി ആളങ്ങനെ തല താഴ്ത്തി നിൽക്കും. ഹൊക്കാഗ പറയും, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. 5 ഹൊക്കാഗമാര് അവരെല്ലാവരും ചേർന്ന് വേണം എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനെടുക്കാനായിട്ട്. അത് കേട്ട് കുട്ടപ്പൻ അവൻ പറയും, എന്നെ കൊണ്ട് അതിന് പറ്റില്ല. ആരെയൊക്കെ അടിച്ചു തോൽപ്പിച്ചിട്ടാണെങ്കിലും ഉറപ്പായിട്ടും ഞാൻ ആ ബാറ്റിൽ ഏരിയയിലേക്ക് പോയിരിക്കും. കട്ട് ചെയ്ത കുട്ടപ്പനും റൈക്കാഗയും അവർ രണ്ടുപേരും ഫുൾ പവറിൽ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. റൈക്കാഗെ ആണെങ്കിൽ അവന്റെ സ്പീഡും മൂവ്മെന്റും കണ്ട് അങ്ങനെ ഷോക്കായി നിൽക്കും. എന്റെ സ്പീഡിന്റെ അത്രയും ഇതുവരെ ആർക്കും സ്പീഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 4th ഹൊക്കാഗ ആൾക്ക് മാത്രമാണ് അതിന് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ അതിനുശേഷം നീയാണ് എന്റെ ഒപ്പത്തിനൊപ്പം നിന്ന് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അത് കേട്ട് കുട്ടപ്പൻ ചോദിക്കും, അപ്പം നിങ്ങൾക്ക് എന്റെ പപ്പയെ അറിയോ? റെയ്ക്കാഗ പറയും, എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ തമ്മില് ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. 4th ഹൊക്കാഗ മിനട്ടോ അവനായിരുന്നു ജിറയ മാമന്റെ ചൈൽഡ് ഓഫ് പ്രോഫസി. അവൻ ഈ ലോകത്തെ രക്ഷിക്കും എന്നെല്ലാവരും വിശ്വസിച്ചു. പക്ഷെ അവനെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. നിന്റെ പപ്പ ആള് ആ 9 ടൈലിനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു. ഒടുവില് ദയനീയമായി ആള് മരണപ്പെട്ടു. അത് കേട്ട് കുട്ടപ്പൻ അവൻ ഫുൾ കലിപ്പില് അവന്റെ അമ്മ അച്ഛനെ കുറിച്ച് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പൊ ഓർത്തെടുക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ ദേഷ്യപ്പെട്ടു പറയും, 4th ഹൊക്കാഗ ആൾ ആരുടെയും മുൻപിൽ തോറ്റിട്ടുമില്ല. ആ 9 ടൈലിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് ഫുൾ കലിപ്പില് റെയ്ക്കാഗ നിനക്കൊരിക്കലും എന്നെ ലംഘിച്ച് ഇവിടുന്ന് പോവാൻ കഴിയില്ല. ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയ നീ ചാവാൻ തയ്യാറായിക്കോ. അതിനുശേഷം നിന്റെ 9 ടൈലിനെ അതിനെ റിവൈവ് ചെയ്തെടുത്ത് ഞാൻ മറ്റൊരു ബോഡിയിൽ സീൽ ചെയ്യുന്നു പറഞ്ഞ് വീണ്ടും ആള് കൈ ചുരുട്ടി ഇടിക്കാൻ വരും. അപ്പോഴായിരിക്കും കില്ലർ ബി അവൻ ചാടി വന്ന് ഇപ്പൊ റെയ്ക്കാഗയുടെ കൈ പിടിക്കും. കില്ലർ ബി പറയും, കുട്ടപ്പനെ അവനെ ഇത്തവണ നമ്മൾ വിട്ടേ പറ്റൂ. അവൻ ഉറപ്പായിട്ടും ലീഫ് വില്ലേജിനെ സേവ് ചെയ്യും. അവന്റെ കൂടെ തന്നെ ഞാനും ഉണ്ട്. അത് കേട്ട് റെയ്ക്കാഗ ഷോക്കാവും. അതിന് റെയ്ക്കാഗ പറയും, മണ്ടത്തരം പറയരുത്, നീ ഈ ലോകത്തിന് ആവശ്യമുള്ള ആളാണ്. നിന്നെ കൊണ്ട് ആ 8th ടൈലിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒരു മിലിറ്ററി ഫോഴ്സിനെ പോലും നിനക്ക് നയിക്കാൻ കഴിയും. ലോകത്തിന് പോലും നിന്റെ മേലെ വലിയ പ്രതീക്ഷയാണ്. സോ ഈ മണ്ടന്റെ കൂട്ടുകൂടി നീയും എന്നെ ധിക്കരിച്ച് പോവാൻ ശ്രമിച്ച ഉറപ്പായിട്ടും നിന്നെയും അവന്റെ കൂടെ തന്നെ ഞാൻ കൊന്നുകളയും. അതിന് കില്ലർ ബി പറയും, ഇന്നുവരെ നിങ്ങളെന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഒരു ടൂളായിട്ട് മാത്രമാണ് നിങ്ങളെന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ കുട്ടപ്പനുമായിട്ട് ഞാൻ കണക്റ്റ് ആയപ്പോൾ എൻ്റെ അതേ ആഗ്രഹവും ആശയം തന്നെയാണ് അവൻ്റെ ഉള്ളിലുള്ളതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അത് കേട്ട് റെയ്ക്കാഗ ആള് ഷോക്കായിട്ട് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ഒരുപാട് ചെറിയ കുട്ടികള് അങ്ങനെ നിരന്ന് നിൽക്കാണ്. അപ്പൊ ഒരു ഷിനോബി പറയും, ഇദ്ദേഹമാണ് റെയ്ക്കാഗെ. ഇദ്ദേഹത്തിന് കൂടെ നിൽക്കാൻ ഒരാൾ ആവശ്യമാണ്. നിങ്ങൾ പരസ്പരം ഫൈറ്റ് ചെയ്ത് ആരാണോ ജയിക്കുക അവരായിരിക്കും റെയ്ക്കാഗയുടെ കൂടെ എന്നും ഉണ്ടാവാൻ പോകുന്ന ആ ഒരു ബി. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട്
കുറച്ച് മാനിക്വിൻ ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ലെയർ ഫൈറ്റ് ടാക്ടിക്സ് അതുപയോഗിച്ച് വേണം നിങ്ങൾ ഈ ഫൈറ്റിൽ ജയിക്കാൻ. അങ്ങനെ ബാറ്റിൽ തുടങ്ങും. ഓരോരുത്തരായിട്ട് വന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ എല്ലാവരും ദയനീയമായി പരാജയപ്പെട്ട് ഇപ്പൊ താഴെ വീഴും. അവസാനമായിട്ട് ഇപ്പൊ ഒരേ ഒരു പയ്യൻ, അവൻ മാത്രം ഓടി വന്ന് വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് കറക്റ്റായിട്ട് ആ മാനിക്വിനെ ഇടിച്ച് അതിന്റെ തല താഴെയിടും. അത് കണ്ട് അവർ ഒരുപാട് ഹാപ്പി ആവും. അന്നു മുതലാണ് അവന് ബി എന്ന് പേര് വരിക. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഇപ്പൊ റാപ്പ് സോങ് ഒക്കെ പാടി അങ്ങനെ റേക്കായ്ക്ക് ബംബീസ്റ്റ് ഒക്കെ കൊടുത്ത് അവർ രണ്ടുപേരും പിന്നീട് ബ്രദേഴ്സായി വളർന്നു വരും. അന്നു മുതൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് എല്ലാ മിഷൻസും ചെയ്തത്. കില്ലർ ബിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കൊടുത്ത് ഒരു ബ്രദറിനെ പോലെ തന്നെയാണ് റേക്കാഗ അവനെ കണ്ടത്. കട്ട് ചെയ്ത ആ 8th ടൈല് അത് റേക്കാഗയോട് പറയും, ഈ ഒരു കില്ലർ ബി അവനാണ് അടുത്തതായിട്ട് 8th ടൈലിനെ അതിനെ ചുമക്കാൻ പോകുന്നത്. അവന്റെ ബോഡിയിലായിരിക്കും അതിനെ സീൽ ചെയ്ത് വെക്കുക. പക്ഷെ അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആണ്. മാത്രമല്ല അതിനുശേഷം ഒരുപാട് ബാഡ് ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉറപ്പായിട്ടും അവന്റെ ലൈഫിൽ ഉണ്ടാവും. ഇതിനു മുൻപ് 8th ടൈൽ ഉണ്ടായിരുന്നവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്താണ് 8th ടൈലുമായിട്ട് മുൻപോട്ട് ജീവിച്ചു വന്നത്. പുറത്തുള്ള അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഉള്ളിലുള്ള അവസ്ഥ അത് അതിലും ബാഡാണ്. 8th ടൈല് അതെങ്ങനെയെങ്കിലും അത് സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡി അതിനെ വീക്കാക്കി പുറത്തേക്ക് വരാൻ വേണ്ടി മാത്രമായിരിക്കും ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. സോ എക്സ്റ്റേണലിയും ഇന്റേണലിയും അവർ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും. ഇവനൊരു ചെറിയ പയ്യനാണ്, ഇവനെ കൊണ്ട് അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. ഈ ബോഡി പോലും ഇപ്പൊ വളരെ വീക്കാണ്. എത്രയും പെട്ടെന്ന് ഞാൻ ഈ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നെക്സ്റ്റ് ഡേ ആ ഒരു ബോഡി അത് ജീവനില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ആ 8th ടൈല് അതിന്റെ പവർ കൺട്രോൾ ചെയ്യാനും താങ്ങാനും കഴിയാതെയാണ് ആ ബോഡിക്ക് ജീവൻ നഷ്ടമായത് എന്ന്. ജനങ്ങളാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ടെൻഷനിൽ പരസ്പരം പറയും, അടുത്തതായിട്ട് ആ 8th ടൈലിനെ അതിനെ സീൽ ചെയ്യാൻ പോകുന്നത് ആ ചെറിയ പയ്യൻ കില്ലർ ബിയുടെ ബോഡിയിലാണ്. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഇദ്ദേഹത്തെ കൊണ്ട് പോലും അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെയാണോ ഈ ചെറിയ ചെക്കൻ? അപ്പൊ അതേ സമയം കില്ലർ ബി അവൻ റാപ്പ് സോങ് ഒക്കെ പാടി അവിടെ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഓരോ ദിവസം കഴിയുന്തോറും കില്ലർ ബിയുടെ പവർ അത് കൂടി വരും. റേക്കാഗയും കില്ലർ ബിയും അവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്ത് ഒരുപാട് വില്ലന്മാരെ തുരത്തി ഓടിച്ച് ഓരോ മിഷൻസില് അങ്ങനെ ജയിച്ചു കൊണ്ടേയിരിക്കും. റേക്കാഗ പറയും, നിന്റെ പവർ അത് ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരാണ്, നീ ഓൾമോസ്റ്റ് എന്റെ പവറിന്റെ അടുത്തെത്തി കഴിഞ്ഞു. കില്ലർ ബി പറയും, അടുത്തല്ല, അധികം വൈകാതെ ഞാൻ റേക്കാഗയുടെ പവറിനെ കടത്തി വെട്ടും. അതിന് റേക്കാഗ ചിരിക്കും. കട്ട് ചെയ്ത ഗ്രാമത്തിലുള്ള ഒഫീഷ്യൽസും സീനിയേഴ്സും എല്ലാവരും ഒത്തുചേരും. കാരണം അന്ന് രാത്രിയാണ് ആ ഒരു 8th ടൈലിനെ അതിനെ കില്ലർ ബിയുടെ ബോഡിയിൽ സീല് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്ത റേക്കാഗെ ആളിപ്പോ കില്ലർ ബിയെ കൂട്ടിക്കൊണ്ട് മറ്റൊരു വാട്ടർഫോൾസിന് അടുത്തേക്ക് പോവും. റേക്കാഗ അവനോട് പറയും, ഇന്നു മുതൽ നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്താൻ തുടങ്ങും. എല്ലാവരും പേടിയോടുകൂടെ മാത്രമായിരിക്കും നിന്നെ കാണുക. അത് കേട്ട് കില്ലർ ബിക്ക് ആദ്യം ഒന്നും പിടികിട്ടില്ല. പക്ഷെ അവൻ ഹാപ്പി ആയിട്ട് ഇപ്പൊ റാംപെയിൻ സോങ് ഒക്കെ പാടി അവർ രണ്ടുപേരും പരസ്പരം കൈ കൊടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ കില്ലർ ബിയെ കാണിക്കും. അവൻ നൈസായിട്ട് ആ 8th ടൈലിനെ കൺട്രോൾ ചെയ്തു. വളരെ കൂളായിട്ട് ജനങ്ങളുടെ മുൻപില് റാപ്പ് സോങ് ഒക്കെ പാടി അവൻ ഹായ് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പോഴായിരിക്കും കില്ലർ ബി അവൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത്. അത് മറ്റാരോടും അല്ല, സാക്ഷാൽ യെല്ലോ ഫ്ലാഷ് മിനട്ടോ കുട്ടപ്പന്റെ പപ്പയോ ആയിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഫുൾ എനർജിയിൽ പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതേ സമയത്ത് കില്ലർ ബിക്ക് സപ്പോർട്ടായി അവിടേക്ക് റൈക്കാഗ എത്തും. പിന്നീട് അവർ 3 പേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അപ്പോഴായിരിക്കും എന്തോ ഒരു സിഗ്നല് അവിടേക്ക് കറക്റ്റായിട്ട് കിട്ടുക. അപ്പൊ ബാക്കി ഷിനോബികള് അവർ നിലവിളിച്ച് പറയും, മാസ്റ്റർ മിനട്ടോ, സിഗ്നൽ വന്നു കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം. പക്ഷെ റൈക്കാഗ മിനട്ടോയെ വിടാനായിട്ട് തയ്യാറാവില്ല. റേക്കാഗ ആളുടെ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് ഫുൾ സ്പീഡില് മിനട്ടോയുടെ അടുത്തേക്ക് ഓടിയെത്തും. പക്ഷെ അപ്പോഴേക്കും മിനട്ടോ റേക്കാഗയെ വിട്ടുതിരിപ്പിച്ച് അങ്ങനെ ചാടി കില്ലർ ബിയുടെ തൊട്ടു പുറകിൽ വരും. എന്നിട്ടൊരു കത്തിയെടുത്ത് കില്ലർ ബിയെ വെട്ടാനായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും മിനട്ടോ അവൻ കില്ലർ ബിയോട് പറയാ, ആക്ച്വലി എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിന്റെ പവർ അത് അടിപൊളിയാണെന്ന് പറയുമ്പോൾ കില്ലർ ബിയും റേക്കാഗയും അവർ രണ്ടുപേരും അങ്ങനെ ഫ്രീസായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.